ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കടലക്കറിയാണ്. നമ്മൾ കുറേ രീതിയിൽ കടലക്കറി ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുറുകിയ ചാറോടുകൂടിയ ഹോട്ടൽ സ്റ്റൈൽ കടലക്കറിയാണ്. അപ്പോൾ ഇതിലധികം മസാലകളൊന്നും വരുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. നന്നായിട്ട് കുറുകിയ ചാറോടുകൂടിയാണ് ഇതിരിക്കുന്നത്. ഇത് കണ്ടോ, സാധാരണ കടലക്കറി പോലെയല്ല, ഇതിൻ്റെ ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക. സാധാരണ കടലക്കറിയുടെ ഗ്രേവി ഇതുപോലെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് നമ്മുടെ കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് കടലയിലേക്ക് ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മീഡിയം വലിപ്പമുള്ള സവോളയാണെങ്കിൽ 2 3 എടുക്കുക. ഞാനിപ്പോൾ ഈ വലിപ്പത്തിലുള്ളതായതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടല ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കടല 8 മണിക്കൂർ സോക്ക് ചെയ്തതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് രാത്രി സോക്ക് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ രാവിലെ സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 8 മണിക്കൂർ മിനിമം സോക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് കടല ഒരു കുക്കറിലേക്ക് മാറ്റാം. ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. കടലയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാം. കടലയിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും കടലയുടെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കണം. ഇത് പോരാ, കുറച്ചുകൂടി വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ ഒരു 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്ന കടലയുടെ കുക്കിംഗ് ടൈം അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഈ കടല ഒരു 8 വിസിൽ വരുമ്പോഴേ കുക്കായി കിട്ടുള്ളൂ. ചില കടല 3 4 വിസിൽ വരുമ്പോൾ കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കടലയുടെ കുക്കിംഗ് ടൈം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. നമ്മുടെ സവോളയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളക് ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 5 6 വലിയ വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഞാൻ വെളുത്തുള്ളി ചേർക്കാതെയാണ് കടലക്കറി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ വെളുത്തുള്ളി താല്പര്യമുണ്ടെങ്കിൽ ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതുപോലെ തന്നെ ചതച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി റെഡിയാക്കാം. അതിനുശേഷം നമ്മുടെ കടല കുറച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇനിയിപ്പോൾ നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോയിട്ടില്ല. കുക്കറിൻ്റെ പ്രഷർ പോയാലേ നമുക്ക് ഗ്രേവി റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സവോളയൊക്കെ വഴറ്റി വരുമ്പോഴത്തേക്ക് കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സവോള വഴറ്റാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളക്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് അധികം കറിവേപ്പില ചേർക്കണം. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡായി വരണം നമ്മുടെ സവോള, അപ്പോഴേ നമ്മുടെ ഗ്രേവി കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. നന്നായിട്ടൊന്ന് സവോള ബ്രൗൺ ആയിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അതിനുശേഷം വേണം പൊടികൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, വളരെ കുറച്ച് മാത്രം, ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്തിരുന്നു. നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് ഗരം മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കടലയ്ക്ക്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. അത് പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ചൂടുവെള്ളം തന്നെ ചേർക്കുക. ഈ പൊടികളൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് ഒരു 1/2 കപ്പ് കടല എടുത്തിട്ട് ചൂട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ചൂട് മാറിയിട്ട് വേണം അരച്ച് ചേർക്കാനായിട്ട്. കടലയും വെള്ളവും കൂടി ഒരുമിച്ച് തന്നെ എടുത്ത് വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടല്ലോ, നമ്മൾ കടല വേവിച്ച വെള്ളം, അതും കൂടി എടുത്ത് വെച്ചിട്ട്
അരച്ച് ചേർക്കുക. അപ്പോൾ തക്കാളി ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തക്കാളി ചേർക്കാം. ഞാൻ ഇതിൽ തക്കാളി ചേർക്കുന്നില്ല. വേറൊരു രീതിയിൽ കടലക്കറി വയ്ക്കുമ്പോഴാണ് നമ്മൾ തക്കാളി ചേർക്കാറുള്ളത്. ഈ ഒരു കടലക്കറിയിൽ തക്കാളി ചേർക്കില്ല. നമ്മുടെ പൊടികൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഒന്നുകൂടി നമ്മുടെ മസാലയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. അതിനാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. ആ മസാലയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. സവാളയൊക്കെ സോഫ്റ്റായി വരും. നന്നായിട്ട് ആ പെരിഞ്ജീരകത്തിൻ്റെ സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വരുന്നുണ്ട്. പെരിഞ്ജീരകം നമ്മൾ പൊടിച്ച് ചേർത്തതുകൊണ്ട്. അപ്പോൾ ഇതിൽ പെരിഞ്ജീരകം പൊടിച്ച് തന്നെ ചേർക്കണം. ഗരം മസാലപ്പൊടി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കടല വേവിച്ചതും കൂടി ചേർക്കാം. കടല വേവിച്ച വെള്ളത്തോടു കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മൾ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടലയിലേക്ക് ഈ മസാല നന്നായിട്ട് പിടിക്കാനാണ് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ഈ സമയത്ത് ഗ്രേവി കുറവാണെങ്കിൽ വീണ്ടും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഗ്രേവി വേണമല്ലോ നമുക്ക് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ കടല ഈ വെള്ളത്തിൽ കിടന്ന് വീണ്ടും ആ മസാലയൊക്കെ വലിച്ചെടുത്തോളും. പിന്നെ നമ്മൾ കടല അരച്ച് ചേർക്കുമ്പോൾ ഗ്രേവി തിക്കായി പോവില്ല, കറക്റ്റ് പാകത്തിനാവും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യണം. അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ആ സമയത്ത് നമ്മുടെ കടല നമുക്ക് മാറ്റി വെച്ചിരിക്കുന്നത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കടലക്കറി അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറക്കാം. കണ്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് കടല വെള്ളം ചേർത്ത് അരച്ചെടുത്തത്. നമ്മൾ കടല വേവിച്ച വെള്ളം തന്നെ ചേർക്കണം. വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഇത് ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർക്കാം കേട്ടോ ഈ കടലയുടെ പേസ്റ്റ്. ഇല്ലെങ്കിൽ വേഗം തന്നെ കുറുകിപ്പോവും. അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ കറിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. ഇനി അധികം തിളയ്ക്കേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് കുറുകിപ്പോവും. ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാണ്. ഇപ്പോൾ നമ്മുടെ കറി ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് 2 മിനിറ്റ് തിളച്ച് വരട്ടെ. അപ്പോൾ നല്ല കുറുകിയ ഗ്രേവിയോടുകൂടി നമുക്ക് കടലക്കറി കഴിക്കാം. ഈ ഒരു കറി അപ്പത്തിൻ്റെ കൂടെ ഉണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആവുക. നമ്മുടെ പാലപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ചപ്പാത്തിക്കൊക്കെ നമ്മുടെ പ്രഷർ കുക്കർ കടലക്കറിയാണ് നല്ലത്. ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ നല്ലത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന കടലക്കറി ഉണ്ടല്ലോ, നമ്മുടെ ഈസി പ്രഷർ കുക്കർ കടലക്കറി ഉണ്ടല്ലോ, അതാണ് ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ നല്ലത്. എനിക്ക് ഈ കടലക്കറി അപ്പത്തിൻ്റെ കൂടെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഓരോ കറിയും ഓരോ കോമ്പിനേഷനിലാണ് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കറിയിലേക്ക് ഗരം മസാല ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഗരം മസാല ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി മതി. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുകയാണെങ്കിൽ. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഗ്രേവി വീണ്ടും കുറുകി തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ കുറുകിയ കടലക്കറി. അപ്പോൾ നിങ്ങൾക്ക് ഈ കടലക്കറിയുടെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.